മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷകളോടെയാണ് ദൈവം നമ്മുടെ ആയുസ്സിലേക്ക് ഓരോ ദിനവും കൂട്ടിച്ചേർത്ത് നൽകുന്നത്. ദൈവമായ കർത്താവിൻ്റെ ആ പ്രതീക്ഷകളിലേക്ക് ഉയർന്ന് ജീവിക്കുവാൻ ദൈവമേ, ഈ ദിനം ഞങ്ങളെ കൃപ കൊണ്ട്, ഞങ്ങളെ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ ദിനവും ദൈവദാനമായി നൽകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമാക്കി നമുക്ക് ഓരോ ദിവസത്തെയും ജീവിതം മാറ്റാൻ കഴിയണം. അപ്പോഴാണ് ഓരോ ദിനവും അനുഗ്രഹമാകുക, അത് ദൈവമഹത്വത്തിന് കാരണമാകുക, അതുവഴി ദൈവത്തിൻ്റെ കൃപയിലേറെ നിറയാനും ദൈവമഹത്വമായി മാറുവാനും നാം ഓരോരുത്തർക്ക് സാധിക്കുക. ഈ വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്, മധ്യസ്ഥമാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ലോകമെമ്പാടും TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. രാവകൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി ജന്മന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരുപാട് മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ വേദനിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ദൈന്യത കാണുമ്പോൾ തന്നെ കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ് അനേകർക്ക്. അപ്രകാരമുള്ള കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണാർദ്രമായ കരങ്ങൾ നീട്ടപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഈ ദിനം യേശുവിങ്കൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് ദൈവവചനം കേൾക്കുവാനും സ്വീകരിക്കാനും നമ്മെ ഓരോരുത്തരെ സജ്ജരാക്കുന്നത്. പരിശുദ്ധാത്മ സഹായമില്ലാതെ വചനം കേൾക്കുവാനോ വചനത്തിൻ്റെ ആന്തരിക സന്ദേശം ഉൾക്കൊള്ളുവാനോ നമുക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ട് വചനത്തിൻ്റെ തന്നെ ഉറവിടമായ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളുടെ ആന്തരിക സന്ദേശത്തെ ഉൾക്കൊള്ളുവാനും ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിച്ച് ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ കൃപയാൽ നിൻ്റെ ദാനവരങ്ങളാൽ അവിടുന്ന് നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ.
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ തിരുവചനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥനാപൂർവം കാതോർക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് കർത്താവ് നമുക്ക് വിചിന്തനത്തിനായി ഈ ദിനം നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് വചനം കേൾക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ തിരുവചനങ്ങൾ കേട്ടത്. ആത്മീയ സമരത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അത്ര കണ്ട് ബോധവാന്മാരാകാത്ത ഒരു മേഖലയിലേക്ക് വിശുദ്ധ പൗലോസ്ലീഹ ഈ വചനങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പലപ്പോഴും ഒരു ഏറെ പേരുടെയും വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വ്യഗ്രത എന്താണ്? ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ദൈവത്തിങ്കൽ നിന്ന് കാര്യങ്ങൾ നേടണം, നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കണം, അങ്ങനെ ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാക്കണം. ഇതാണ് പലപ്പോഴും ഏറിയ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രത. പലപ്പോഴും ഇതിനെ കണ്ടാണ് ഒരു ആത്മീയ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും പോലും കെട്ടിപ്പടുക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു മേഖല വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. അതാണ് ആത്മീയ സമരം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട, അംഗീകരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരു സമരമുഖത്താണ് എന്നുള്ളത്. പലപ്പോഴും നമ്മളിതിനെ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞവർ നന്നേ ചുരുക്കമാണ്. നമ്മളൊരു ആത്മീയ സമരമുഖത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ സമരത്തെക്കുറിച്ച് സജ്ജരാകുന്നില്ല, ബദ്ധശ്രദ്ധരാകുന്നില്ല. നമ്മൾ ഈ സമരത്തിൽ ഏർപ്പെടാൻ തക്കവിധം നമ്മൾ ആത്മീയമായി കെൽപ്പുള്ളവരായി മാറുന്നില്ല എങ്കിൽ പരാജയം ഉറപ്പാണ്. ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ഒരു ആത്മീയ സമരമുഖത്തായിരുന്നിട്ട് ആ സമരത്തെ തിരിച്ചറിഞ്ഞ് ആത്മീയമായ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുത്ത് സജ്ജരാകാതെ പോകുന്നത് കൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുന്ന അനുഭവത്തിൽ അനേകം പേര് എത്തിച്ചേരുന്നത്. ഞാൻ നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകി. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട്, നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും. എവിടെ നിന്നാണ് ഞെരുക്കങ്ങൾ വരുന്നത്? പ്രിയമുള്ളവർ, ഈ ഞെരുക്കങ്ങളെല്ലാം ഈ ലോകത്തിൻ്റെ ദേവനായ ദുഷ്ടപിശാചിൽ നിന്നാണ്. ഈ ഞെരുക്കങ്ങളെല്ലാം നമ്മുടെ ജീവിത വഴികളിൽ അവൻ അറിഞ്ഞും അറിയാതെ വളരെ കൗശലപൂർവ്വം കുടില തന്ത്രങ്ങളിലൂടെ നമ്മുടെ ജീവിത വഴികളിൽ ഏർപ്പെടുത്തുന്നത്. ഇതിനുവേണ്ടി ആത്മീയ സമരത്തെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി സജ്ജരാകാതെ ജീവിക്കുന്ന ഒരു വിശ്വാസി കേവലം അവനവൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും മാത്രം പ്രാർത്ഥിച്ച് അതിലൊതുങ്ങുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തി ഈ സമരത്തിൽ പരാജയപ്പെടും എന്നതിൽ സംശയമില്ല. മറിച്ച് ഞാനൊരു സമരമുഖത്താണ്, ഞാൻ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ നാമം എന്നിലുള്ളതുകൊണ്ട്
ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ഒരു നിത്യ ജീവിതത്തിനു വേണ്ടി ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ പിശാച് എന്നെ തകർക്കാൻ, എൻ്റെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇല്ലായ്മ ചെയ്യാൻ പിശാച് നിരന്തരം പരിശ്രമിക്കും, എന്നെ ആക്രമിക്കും, ഉപദ്രവിക്കും എന്ന് മുന്നിൽ കണ്ട് നമ്മൾ ആത്മാവിൽ സജ്ജമായി ജീവിച്ചാൽ പ്രിയമുള്ളവർ, ഈ സമരത്തിൽ നമുക്ക് വിജയം നേടാൻ പറ്റും. ഇതിന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തി, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. ദൈവത്തിൻ്റെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ ഒന്നൊന്നായി ഈ ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ, സുവിശേഷത്തിൻ്റെ പാദരക്ഷകൾ നിങ്ങൾ അണിയുവിൻ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നിങ്ങൾ എടുക്കുവിൻ, രക്ഷയുടെ പടത്തൊപ്പി നിങ്ങൾ അണിയുവിൻ. ഇത്രയും മനോഹരമായ ആത്മീയ ആയുധങ്ങളാണ് ദൈവമായ കർത്താവ് നാം എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ ആയുധങ്ങൾ എത്ര ശക്തിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ആയുധങ്ങളാൽ നമ്മെ തന്നെ സജ്ജരാക്കി മാറ്റുന്നില്ല എന്നതാണ്. ആത്മീയ ജീവിതം പലപ്പോഴും പരാജയപ്പെട്ടും ചില ദുഷ്ടപിശാചിൻ്റെ കൗശലങ്ങളിലും തന്ത്രങ്ങളിലൊക്കെ കുടുങ്ങി നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത വിധം ആത്മീയ ജീവിതം പാതി വഴിയിൽ പലപ്പോഴും തടസ്സപ്പെട്ട് ഒറ്റപ്പെട്ടൊക്കെ ആയിരിക്കുന്നതിൻ്റെ കാരണം ആത്മീയമായി നമുക്കിത് തിരിച്ചറിയാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അതിശക്തമായ ഒരു ആയുധത്തെക്കുറിച്ച് പറയുന്നത് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. പ്രിയമുള്ളവരെ, നമ്മൾ വാളെടുക്കുന്നത്, ഒരു മാരകായുധം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി, ഒരു ദൈവമകൻ, നിത്യരക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമകൻ, ദൈവമകൾ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുത്ത് സജ്ജനും സജ്ജയുമാകണം. ദൈവവചനം ഉള്ളിലുണ്ടാകണം എന്നർത്ഥം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇനിയും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, വചന ഹൃദയസ്ഥം ആക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇനിയും ബോധ്യമായിട്ടുള്ളൂ. വളരെ ചുരുക്കം പേര് ഇതിനൊക്കെ ആത്മീയ ജീവിതത്തിൽ തുനിഞ്ഞ് ഇറങ്ങുന്നുള്ളൂ എന്നത് സർവ്വസാധാരണമായ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി സ്വന്തമാക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ സമ്പന്നരാകണം. നമ്മുടെ ഹൃദയങ്ങളെ അനുദിനം നിറയ്ക്കാൻ കഴിയണം. നമ്മുടെ വിശപ്പടക്കാൻ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ നമ്മൾ ബദ്ധശ്രദ്ധരാണ്. എന്നാൽ അതിനേക്കാളേറെ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനെ വചനം കൊണ്ട് അനുദിനം നിറയ്ക്കുന്നവരായി മാറണം. ഇതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഒന്നാമത്തെ പ്രലോഭനത്തിൽ കല്ലുകളെ അപ്പമാക്കാൻ പിശാച് ഈശോയെ പ്രേരിപ്പിക്കുമ്പോൾ, നിർബന്ധിക്കുമ്പോൾ, നീ ദൈവപുത്രനല്ലേ, നീ എന്തിനാണിങ്ങനെ പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, നിനക്കതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് നീ കല്ലുകളോട് അപ്പമാകാൻ പറയും, എന്നിട്ട് നീ ഭക്ഷിച്ച് നിൻ്റെ വിശപ്പടക്ക് എന്ന് പറയുമ്പോൾ വളരെ പരുഷഭാവത്തിൽ പിശാചിനെ ഈശോ നേരിടുന്നത് ഈ വാക്കുകളോടെയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് അത്രേ. പ്രിയമുള്ളവരെ, ഒരു പ്രഭാതത്തിൽ ഞാൻ നിങ്ങളായിരിക്കുമ്പോൾ ഒരു ദിനം നമ്മൾ നീണ്ടു നിവർന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ജീവിത വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്, അധ്വാന കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മോട് തന്നെ ചോദിക്കാൻ കഴിയണം, ഒരു ദിവസം നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാന കാര്യങ്ങളുടെ നെട്ടോട്ടത്തിലായിരിക്കുമ്പോൾ അതിനിടയിൽ കർത്താവിൻ്റെ വചനം നിറയ്ക്കുന്നതിൽ നമ്മൾ ബദ്ധശ്രദ്ധരാണോ? ഒരു വചനമെങ്കിലും ഒരു ദിവസം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹൃദയസ്ഥമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ വയറിനെ ഞാൻ ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാൽ ഞാൻ നിറയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ ആത്മാവിന് ഒരു വചനമെങ്കിലും ഒരു ആത്മാവിന് നൽകി ആത്മാവിൻ്റെ വിശപ്പടക്കുന്നതിൽ ഞാൻ ശ്രദ്ധയുള്ളവനാണോ, ശ്രദ്ധയുള്ളവളാണോ എന്ന് തിരിച്ചറിയുന്ന നമുക്ക് സാധിക്കണം. ഈ അടുത്തിടയ്ക്ക് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം കേട്ടത് ഓർക്കുകയാണ്. ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു AC മെക്കാനിക്കിനെ, എനിക്ക് പരിചയമുള്ള ഒരു യുവ സുഹൃത്താണ്, മെക്കാനിക്കിനെ സമീപിക്കാനിടയായി. എൻ്റെ കൂടെ മറ്റൊരു വൈദികനുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ, ഞങ്ങൾ രണ്ടുപേരും വൈദികരാണെന്ന് അദ്ദേഹത്തിന് അറിയാം, സംസാരിക്കുന്നതിനിടയിൽ ഈ ചെറുപ്പക്കാരനായ
ഈ മെക്കാനിക്ക് പറഞ്ഞത് ഓർക്കുകയാണ്. എന്നെ കാണിച്ചു തന്നു, ഞങ്ങളെ കാണിച്ചു തന്നു. അവൻ എഴുതിയ, കൈപ്പടയിൽ എഴുതിയ സമ്പൂർണ്ണ ബൈബിളിൻ്റെ പഴയ നിയമം തീർന്നു, പുതിയ നിയമം രണ്ടും പൂർത്തിയാക്കിയ സമ്പൂർണ്ണ ബൈബിൾ. എന്നിട്ട് ഈ യുവാവ് എന്നോട് പറയുകയാണ്, അച്ഛ, പഴയ നിയമത്തിലെ ഒരധ്യായം എൻ്റെ വർക്ക്ഷോപ്പിലിരുന്ന് ഞാൻ എഴുതും, സുവിശേഷത്തിലൊരധ്യായം, പുതിയ നിയമത്തിലൊരധ്യായം എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ അവർക്ക് നൽകേണ്ട സമയം ഒന്നും പിടിച്ചു വയ്ക്കാതെ മാറ്റി വയ്ക്കാതെ അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം വെളുപ്പാങ്കാലത്ത് ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാനത് എഴുതും. അങ്ങനെയാണ് ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതി കഴിഞ്ഞു. രണ്ടാമത് ഞാൻ എഴുതി തുടങ്ങിയിരിക്കുകയാണെന്ന് ഈ യുവാവ് പറഞ്ഞത് ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പോലും അമ്പരന്ന് പോയി. ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ എത്രയോ ദാഹത്തോടെയാണ് ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ ശക്തി, അതിൻ്റെ കൃപ, വിശ്വാസ ജീവിത വഴിയിൽ അതിൻ്റെ ആവശ്യം എന്താണെന്നറിഞ്ഞ് വചനം പഠിക്കാൻ, വചനം ഹൃദയസ്ഥമാക്കാൻ, ആ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി നടത്തുന്ന ആ പരിശ്രമം അതേറെ ആകർഷകമായി തോന്നി. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ട വാളാകുന്ന ആ ദൈവവചനം കൊണ്ട് ഹൃദയത്തെ, ആത്മാവിനെ സമ്പന്നമാക്കുവാൻ ദൈവമേ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപകളെ, ദാനങ്ങളെ, അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങളോർത്ത് നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, അങ്ങേ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് നൽകുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ അങ്ങയുടെ നാമം പേറുന്നത് കൊണ്ട്, ഞങ്ങൾ അങ്ങേക്കുള്ളവരാണെന്ന് ദുഷ്ടപിശാച് ലോകം അറിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞെരുക്കങ്ങളും പീഡകളും ഉണ്ടാകുമെന്ന് കർത്താവെ അവിടുന്ന് മുൻകൂട്ടി ഞങ്ങൾക്ക് അറിവ് നൽകിയിട്ടുണ്ട്. കർത്താവെ, ഇതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും, കർത്താവെ നിന്നോട് വിശ്വസ്തതയിൽ ജീവിക്കുവാനും ഞങ്ങളെല്ലാവരെയും നിൻ്റെ വചനത്തിൽ നീ സമ്പന്നരാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ആത്മാവിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് ആത്മീയ സമരത്തിൽ കർത്താവെ ഞങ്ങൾ ശക്തരും ധീരരുമായി മാറുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. അമ്മേ ദൈവമാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിത വഴികളിലെന്നും വചനത്തോട്, ദൈവിക ആയുധങ്ങളോട് ചേർന്ന് നിന്ന് ഈ ആത്മീയ സമരത്തിൽ അമ്മയെപ്പോലെ വിജയം നേടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രത്യേകമാമിതം മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങളുടെ ജീവിത വഴികളിലെന്നും ഞങ്ങളുടെ മാധ്യസ്ഥം, സഹായം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതഗണങ്ങളെ ഞങ്ങളുടെ ജീവിത വഴികളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ, പരിശ്രമങ്ങളിൽ സാന്നിധ്യം നൽകി നിങ്ങൾ ഞങ്ങളോട് ഒപ്പമായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അതിരു കാണാത്ത സ്നേഹമേ, മണ്ണിൽ ആത്മദാനമേകി
സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. ദിവ്യഗാത്രത്തിലേറ്റ മുറിവുകൾ എന്റെ പാപങ്ങൾ ഹേതുവാലേ, എന്റെ പാപങ്ങൾ ഹേതുവാലേ. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. കനിവു കാട്ടുന്നു നാഥ നീയെന്നും നിന്നെ ഞാൻ മറക്കുന്ന നേരവും, നിന്നെ ഞാൻ മറക്കുന്ന നേരവും. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പാപ്പയോട്, കത്തോലിക്കാ സഭയോട്, മെത്രാന്മാരോട്, വൈദിക ഗണത്തോട്, വിശ്വാസി സമൂഹങ്ങളോടെല്ലാം ചേർന്ന ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിലായിരിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ സ്നേഹകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗം തുറക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. ഭൂമിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കും നാം എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ഐക്യപ്പെട്ടുകൊണ്ടാണ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ, പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത്. സ്വർഗത്തിൻ്റെ നല്ല ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുമെന്ന വലിയ പ്രത്യാശയിൽ നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾ വിലയേറിയ പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും
വലിയ അഭിഷേകമായ അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ബലികളിലും ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും നൊവേനകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രേക്ഷിത മക്കൾ രാവും പകലും മരിയൻ കൂടാരങ്ങളിൽ പ്രാർത്ഥനയിലാണ്. നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുണയെ, തൻ്റെ കരുതലിനെ, സ്നേഹത്തെ നിങ്ങൾക്കായി വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.